ബ്രേക്ക് ചവിട്ടി ഹാൻഡ് ബ്രേക്ക് മാറ്റി. അല്ല, ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വലിച്ച് പ്രസ് ചെയ്തിട്ടാണ് താത്തി വെക്കുക. ഫസ്റ്റ് കുറച്ച് സമാധാനത്തിന് ബാലൻസ് ചെയ്താൽ മതി, ധൃതി വെച്ചൊന്നും ചെയ്യണ്ട. ഓക്കെ, അതൊക്കെ വിട്ട് കൊടുത്തിടാം. ക്ലച്ചിന് കുറച്ചുകൂടെ ഓക്കെ അല്ല, വൈബ്രേഷൻ വന്നില്ലേ? ഇനി എന്ത് ചെയ്യാം, പതുക്കെ മുന്നോട്ട് എടുക്കുമ്പോൾ സൈഡിൽ എന്തുണ്ടെന്ന് കൂടെ നീ നോക്കണം. നേരെ മുന്നോട്ടുള്ള കാര്യം കൊണ്ടല്ല, നമുക്ക് റോഡിൻ്റെ വിത്തും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. മനസ്സിലായോ? ഒബ്സർവേഷനും ഉണ്ടായിരിക്കണം, ചുറ്റുപാട് എന്തൊക്കെയുണ്ട്, എങ്ങനെയാണ് സിറ്റുവേഷൻസ് എന്താണ് എന്നൊക്കെ നോക്കണം. മനസ്സിലായോ? അതൊക്കെ പോട്ടാ. ക്ലച്ചിന് കാലിൽ ക്ലച്ച് മുഴുവൻ ചവിട്ടി സെക്കൻഡായിട്ട് ക്ലച്ച് മുഴുവൻ ചവിട്ടിയതിന് ശേഷം കൈ വന്നാൽ. ഇപ്പോൾ വണ്ടി ഒരു സൈഡിലേക്ക് പോകുന്നുണ്ടോ, സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് നേരെ പിടിച്ചിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്താൽ മതി. സെക്കൻഡ് ക്ലച്ചിന് പതുക്കെ വിട്ട് കൊടുത്തേ. അല്ലാതെ പെട്ടെന്ന് ഗിയർ മാറുന്നു പറഞ്ഞാൽ ആശാൻ സപ്പോർട്ട് ചെയ്ത് വലിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നീ സ്വന്തമായിട്ടൊന്ന് ബാലൻസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഗിയർ എന്ത് ചെയ്താൽ മതി, ഷിഫ്റ്റ് ചെയ്താൽ മതി. അതിനുവേണ്ടി ഇച്ചിരി സമയം എടുത്തോ, പതുക്കെ പഠിച്ചാൽ പോരെ, അത്രേ ഉള്ളൂ. പോട്ടെ, മുന്നോട്ട് കയറ്റി ലെഫ്റ്റ് കീപ്പ് ചെയ്ത് പതുക്കെ വളയ്ക്കണം. ഇതിങ്ങനെ. ഓക്കെ, ഈ വളവ് കഴിഞ്ഞ് പയ്യെ നേരെ വരുമ്പോൾ സ്റ്റിയറിംഗ് അനുസരിച്ച് നേരെ പിടിച്ചോടും. നേരെ വാ, നീ ഇപ്പം അങ്ങോട്ട് പിടിച്ചോണ്ടിരിക്കുന്നത്. നീ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ എക്സ്ക്യൂസ് ഒന്നും പറയരുത്. കാരണം നേരെ പിടിക്കാന്ന് പറയുന്നത് വലിയ സംഭവം എന്നുള്ള കാര്യമല്ല. അല്ല, മനസ്സിലായോ? അവിടെ ഒരു പോക്കറ്റോടും കൂടെ ഉണ്ട്. വാഹനം കയറി വരും എന്ന് പ്രതീക്ഷിക്കുവാണെങ്കിൽ നിനക്ക് എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യാം, ബ്രേക്ക് ചവിട്ടി നിർത്താനുള്ള അറിയാതെ നമ്മുടെ കാലം ആക്സിഡൻറ്റിൽ തന്നെയാണെങ്കിൽ എന്ത് പറ്റും, പെട്ടെന്ന് നമ്മൾ ആക്സിഡൻറ്റ് ഇടിച്ച് ചവിട്ടും. ലെഫ്റ്റ് കീപ്പ് ചെയ്ത് വളരെ വണ്ടി ഉണ്ടോന്നും കൂടെ നോക്കി. ഇതും വേഗത കുറച്ച് പതുക്കെ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് വളച്ചോടും. പതുക്കെ വളച്ചോടും. വളക്കി കുറച്ചുകൂടി നേരെ വരുന്ന നേരെയാക്കി. കൊള്ളാം, മനസ്സിലായോ? എന്ത് ചെയ്യുമ്പോൾ അതേപോലെ മുന്നോട്ട് കയറ്റി പോലെ വളയ്ക്കണം. പതുക്കെ വളച്ചോടും. അല്ല, ഒറ്റയടിക്ക് വളയ്ക്കരുത്, നേരെയാക്കി. ബ്രേക്ക് മാത്രം പതുക്കെ ചവിട്ടിക്കും. എന്നിട്ട് രണ്ടിനെ നടുക്കൂടി ഗ്യാപ്പ് നോക്കിപ്പോയി വിട്ടുകൊടുത്ത്. കൊള്ളാം. രണ്ടും ഒരേപോലെ കൊടുക്കണം. റൈറ്റ് നോക്കുന്ന അതേ വാല്യൂ തന്നെ ലെഫ്റ്റ് കിടക്കുന്ന ആ വാഹനത്തിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നടുക്കൂടി പോകാനായിട്ട് പറ്റും. നീ ഒരു വാഹനത്തിൽ തന്നെ നോക്കി അത് മാറ്റിയെടുക്കണമെന്നും പറഞ്ഞ് ഇങ്ങോട്ട് മാറ്റാൻ നേരത്തെ ഇപ്പുറത്തെ ഉള്ള വാഹനത്തിൽ വന്ന് തട്ടാനായിട്ട് ചാൻസ് കൂടുതലാണ്. ഒരു പട്ടി നടുക്ക് തന്നെ ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഹോൺ അടിച്ചാൽ മാറും, ഇല്ലെങ്കിൽ നമ്മൾ മാറ്റിയെടുത്ത് പോകാം. മാറ്റിയെടുത്തോ, നേരെ വിളി. തിരിച്ചു അനങ്ങുന്ന കാർ മാറ്റിയടിച്ചു. ഓക്കെ, മാറി തിരിച്ച് പതുക്കെ. കണ്ട, ഇതെല്ലാം നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കൈ രണ്ടും പാരലായിട്ട് പിടിച്ചാണ്. പതുക്കെ ആക്സിലേഷൻ കൊടുക്കും. ലെഫ്റ്റിലേക്ക് ഒതുക്കില്ലേ, ഓട്ടോ പൊക്കോളൂ. ഓട്ടോക്ക് പോകാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. ഇനി സ്റ്റിയറിംഗ് ഒരു വേണ്ടി ബാലൻസ് ചെയ്ത് ക്ലച്ച് മുഴുവൻ ചവിട്ടിക്ക്. ആക്സിലേറ്ററിന് കാലം മാറ്റി തട്ടി ന്യൂട്രൽ, തട്ടി തേർഡ്. ക്ലച്ചിന് വിട്ട് കൊടുക്കും. കൈ രണ്ടും പാരലായിട്ട് പിടിക്കും. ആക്സിലേഷൻ കൊടുക്കും. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തതിന് ശേഷം മാത്രം ഗിയർ എന്ത് ചെയ്താൽ മതി, ഷിഫ്റ്റ് ചെയ്താൽ മതി. നീ ധൃതി പിടിച്ചെന്ത് ചെയ്യണ്ട, മാറാൻ ശ്രമിക്കണ്ട. ഇച്ചിരി വേഗത കുറച്ച പുള്ളീനെ പതുക്കെ മാറ്റിയെടുത്ത് നീ നേരെ തന്നെ പോട്ടെ. നീ പതുക്കെ ലെഫ്റ്റിലേക്ക് പോകും. ഇതാണ് സംഭവം. അല്ലാതെ പുള്ളിയുടെ അടുത്തേക്ക് ചെന്നിട്ട് നമ്മൾ ഒറ്റ വെട്ടിക്കലിന് മാറ്റി പെട്ടെന്ന് വെട്ടിച്ച് തിരിച്ചു വരേണ്ട സിറ്റുവേഷൻ അവിടെ ഇല്ല. പോട്ടെ. ലെഫ്റ്റ് കീപ്പ് ചെയ്യണം. നടുക്ക് കാണുന്ന റിഫ്ലക്ടറിൽ കയറുന്നതിന്റെ സൗണ്ട്, ടക്ക് ടക്ക് നമ്മുടെ സൗണ്ട് കേൾക്കുന്നത്. മനസ്സിലായോ? അവൻ ഇച്ചിരി കെയർ ചെയ്തെടുക്കണം. പിള്ളേരല്ലേ, വേഗത കുറച്ച് പതുക്കെ എടുക്കാറോ അല്ലേ, നേരെ ബാലൻസ്. ചേച്ചിന് ഇച്ചിരി മാറ്റിയെടുക്കണം. നീ മാറ്റിയെടുക്കാനൊക്കെ പറയുമ്പോഴുണ്ടല്ലോ, നീ അത്യാവശ്യം നല്ല ബാലൻസ് സ്റ്റിയറിംഗ് കൊടുത്തിട്ടാണ് മാറ്റുന്നത്. അതാ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. നീ കുറച്ച് റിലാക്സ് ആയിട്ട് പിടിച്ചിട്ട് പതുക്കെ മാറ്റിയാൽ മതി. അത്രേ ഉള്ളൂ. പോട്ടെ, ആക്സിലേഷൻ കൊടുക്കും. ആ വളവില് വാഹനം കയറി വരും. അപ്പോൾ വേഗത കുറച്ച് പതുക്കെ വളയ്ക്കാം കേട്ടോ. ബ്രേക്ക് പതുക്കെ ചോദിക്കും. പതുക്കെ ലെഫ്റ്റിലേക്ക് ലെഫ്റ്റിലേക്ക്
ഇനി ബാലൻസ് ചെയ്തിട്ട് ബ്രേക്കിന് വിട്ട് ആക്സിലേഷൻ കൊടുക്കും. പതുക്കെ ബ്രേക്ക് ഔട്ടാണ്, മനസ്സിലായോ? പോട്ടെ പോട്ടെ, തേർഡ് ഗിയറല്ല. അപ്പോൾ ആ സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ലൈറ്റായിട്ട് ബ്രേക്ക് ഔട്ട് വേഗത കുറച്ചെങ്കിൽ ആ സ്പീഡ് തന്നെ പിന്നെയും നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. കുറച്ച് പതുക്കെ ആക്സിലേഷൻ കൊടുക്കും. അവിടെ അത്യാവശ്യം നല്ലൊരു ഗട്ടർ വന്ന് കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബ്രേക്ക് ഔട്ട് വേഗത കുറച്ച് കുറയ്ക്കും, നല്ലോണം കുറയ്ക്കും നല്ലോണം. ഇനി ക്ലച്ച് പെട്ടെന്ന് വിട്ട് ബ്രേക്കിന് വിട്ടേക്കും. സെക്കൻഡ് ഹാഫ് ക്ലച്ചിൽ പതുക്കെ നിർത്തിക്കണം. പതുക്കെ ഹാഫ് ക്ലച്ച് നിർത്തിക്കും. പതുക്കെ ആക്സിലേഷനും കൂടെ കൊടുത്ത് ക്ലച്ചിന് വിട്ടുകൊടുക്കും. പതുക്കെ മതിയല്ല. ഞാൻ ആക്സിലേറ്റർ കൊടുത്തില്ല, ക്ലച്ചിനും പറ്റില്ല. രണ്ടും ചവിട്ടി നിർത്ത്. ഫസ്റ്റ് ഇട്ട് എടുക്കാം. ഇനി പതുക്കെ ക്ലച്ചിന്ന് വിട്ട് പതുക്കെ ആക്സിലേഷൻ കൊടുത്ത് ക്ലച്ചിന്ന് പതുക്കെ വിട്ടു. ആക്സിലേറ്റർ കുറയ്ക്ക്, ക്ലച്ച് വിട്ട് ബ്രേക്ക് ഔട്ട് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ഇത് ബ്രേക്കിന് കാര്യം മാറ്റില്ലടാ, ബ്രേക്ക് ഔട്ടറാ. ഞാൻ പറയട്ടെ. ഇനി ക്ലച്ചിന്ന് പതുക്കെ വൈബ്രേഷനിൽ നിർത്തുക. പതുക്കെ ആക്സിലേഷൻ കൊടുക്കണം, പതുക്കെ ക്ലച്ചിന്ന് വിടണം. പതുക്കെ ആക്സിലേഷൻ കൊടുക്കും, പതുക്കെ റിലാക്സ്. ആക്സിലേഷൻ കൊടുക്കാനടാ, ആക്സിലേറ്റർ പതുക്കെ കൊടുക്കും. പതുക്കെ കൊടുക്കണം, പതുക്കെ കൊടുക്കും. ക്ലച്ചിന്നും പതുക്കെ വിട്ടുകൊടു. പതുക്കെ കൊടുത്തോണ്ടിരിക്കും. ക്ലച്ചിന്ന് എങ്ങനെയാണ് വിടണ്ട? നീ എങ്ങനെയാ വിടുന്നത്? എന്തിനാ അത്രയും സ്പീഡ് വിടുന്നത്? ബ്രേക്ക് ഔട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോഴും നീ ബ്രേക്കിന്നാണ്. നീ ഒന്ന് സമാധാനപ്പെട്. എന്റെ സമാധാനത്തിൽ ചെയ്താൽ മതി. ഞാൻ നിന്നെ ഹാർബറി ആക്കുന്നുണ്ടാ? ടെൻഷൻ അടിപ്പിക്കുന്നുണ്ടാ? നീ എന്തിനാ ഇരുന്ന് ടെൻഷൻ ആക്കി? ഒന്ന് പറഞ്ഞു തന്നെ എനിക്ക്. ഒന്ന് പറഞ്ഞാ നീ റിലാക്സ് ചെയ്യ്, സമാധാനപ്പെട്. പതുക്കെ ക്ലച്ചിന്ന് വിട്ട് ഹാഫ് ക്ലച്ച് നിർത്ത്. വൈബ്രേഷൻ വന്നില്ല, വൈബ്രേഷൻ നിർത്താം. നീ ബ്രേക്കിന്ന് വിട്ട് പതുക്കെ ആക്സിലേഷൻ കൊടുത്തോണ്ടിരിക്കും. ബൈക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആക്റ്റീവയിൽ എങ്ങനെയാണ് കൊടുക്കുന്നത് അതനുസരിച്ച് കളച്ച് പതുക്കെ വിട്ടു. ആക്സിലേറ്റർ കുറയ്ക്കരുത്, പതുക്കെ കൊടുത്തോണ്ടിരിക്കും. ആക്സിലേറ്റർ പതുക്കെ. ഇത്രേ ഉള്ളൂ സംഭവം, മനസ്സിലായ? ഇതിപ്പോ ഞാൻ ക്ലച്ച് വാങ്ങി അങ്ങ് കയറിപ്പോവും. നിനക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സമയം എന്ത് ചെയ്യുന്നത്, ടൈം എടുത്ത് ഓരോ തവണ ഓഫ് ആകുമ്പോഴും അതിനനുസരിച്ച് റിലാക്സ് ചെയ്ത് പഠിപ്പിക്കുന്നത്, മനസ്സിലായ? എന്നിട്ട് നീ ഇരുന്ന് ടെൻഷൻ ആവുക. പോട്ടെ, ക്ലച്ച് ഒരു സെക്കൻഡ് ആകും. ക്ലച്ച് മുഴുവൻ ചേർത്ത് ഇങ്ങോട്ട് സെക്കൻഡ് ക്ലച്ച് പതുക്കെ വിട്ടു. വണ്ടി റൈറ്റിലേക്ക് പോകണം, ലെഫ്റ്റിലേക്ക് പോകണം. ലെഫ്റ്റ് വരുമ്പോൾ എത്ര സ്പേസ് ഉണ്ടെന്ന് നോക്കണം കേട്ടോ. ഒരുപാട് ലെഫ്റ്റ് കീപ്പ് ചെയ്യണ്ട. സൈഡെല്ലാം കുഴിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഇടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. വേഗത കുറയ്ക്കണം. പതുക്കെ ബ്രേക്ക് ഔട്ട്. ബ്രേക്കിനോട് നീ അതിനെ വീണ്ടും ബ്രേക്കിനെ ഓടി പിടിച്ചോണ്ടിരുന്നേ. ബൈക്കിന് പോകുന്ന സ്പേസ് അപ്പുറത്തുണ്ട്. അവൻ ചെളിയിൽ ഇറക്കത്തില്ല, അല്ലെങ്കിൽ ഗട്ടറിൽ ഇറക്കത്തില്ല എന്ന് പറഞ്ഞാൽ വാശി പിടിച്ചാൽ രണ്ടുപേർക്കും പോകാൻ പറ്റത്തില്ല. നമ്മുടെ സൈഡ് കീപ്പ് ചെയ്തല്ലേ നമ്മൾ വന്നേ. തടസ്സം കാണുമ്പോൾ അതിനനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ, ഡ്രൈവ് ചെയ്യാൻ. വട്ടം ചാടും. വേഗത കുറച്ചോ മനസ്സിലായ? ഇത് നീ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്ന? എന്നിട്ട് എന്താ വേഗത കുറയ്ക്കാന്? നീ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നീ അവിടെ വേഗത കുറയ്ക്കണം, വേണ്ടേ? ഓട്ടോമാറ്റിക്കാണ്. നീ കാര്യം മനസ്സിലായ? നീ ഇച്ചിരി കൂടെ സമാധാനപ്പെട്ട നിനക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. നീ ടെൻഷൻ ആവുന്നതനുസരിച്ച് ഇതേപോലെ വണ്ടി ഓഫായി പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ എങ്ങനെ പഠിക്കണം? കുറച്ച് സമാധാനത്തിൽ പഠിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ.